നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനമുണ്ട്. അതാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് അഥവാ KSFE. ബ്ലേഡ് കമ്പനിക്കാരുടെയും സ്വകാര്യ ബാങ്കുകളുടെയും കെണിയിൽ വീഴാതെ നമ്മുടെ പണം എങ്ങനെ ലാഭിക്കാം എന്ന് നോക്കാം. KSFE നൽകുന്ന പ്രധാനപ്പെട്ട 3 വായ്പകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. സ്വർണ്ണ വായ്പ, ഭവന വായ്പ, വ്യക്തിഗത വായ്പ എന്നിവയുടെ 2026 പുതുക്കിയ വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ പലിശയിൽ ലക്ഷങ്ങൾ ലാഭിക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കും. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണണം. ആദ്യമായി നമുക്ക് KSFE സ്വർണ്ണ വായ്പയെക്കുറിച്ച് നോക്കാം. അത്യാവശ്യത്തിന് പണം വേണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നത് സ്വർണ്ണ വായ്പയാണ്. KSFE വഴി ഒരാൾക്ക് ഒരു ദിവസം പരമാവധി 25 ലക്ഷം രൂപ വരെ സ്വർണ്ണ വായ്പയെ ലഭിക്കും. വിപണിയിലെ മറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പലിശ നിരക്ക് വളരെ കുറവാണ്. മാത്രമല്ല ഓരോ ഗ്രാമിനും പരമാവധി തുക വായ്പയിൽ അനുവദിക്കുകയും ചെയ്യും. വളരെ കുറഞ്ഞ രേഖകൾ മാത്രം നൽകിയാൽ മതിയാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ലോൺ വളരെ വേഗത്തിൽ പാസ്സായി കിട്ടുകയും ചെയ്യും. ഈ സ്വർണ്ണ വായ്പയുടെ പരമാവധി കാലാവധി 12 മാസമാണ്. അതായത് 1 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ തുക തിരിച്ചടയ്ക്കണം. എന്നാൽ പണം ഒറ്റയടിക്ക് അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വഴക്കമുള്ള തിരിച്ചടവ് സൗകര്യവും ലഭ്യമാണ്. പലിശ കൃത്യമായി അടച്ചു തീർക്കുകയാണെങ്കിൽ ഈ വായ്പ 36 മാസം വരെ പുതുക്കാനും സാധിക്കും. അതായത് 3 വർഷം വരെ സ്വർണം ലേലത്തിൽ പോകാതെ സൂക്ഷിക്കാം. സുതാര്യമായ നിബന്ധനകളും വ്യവസ്ഥകളും ഉള്ളത് കൊണ്ട് സാധാരണക്കാർക്ക് പേടി കൂടാതെ സ്വർണം പണയം വെക്കാനും സാധിക്കും. കേരളത്തിലുടനീളം KSFE ശാഖകൾ ഉള്ളതിനാൽ നിങ്ങളുടെ അടുത്തുള്ള ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് പോകാം. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് KSFE ഭവന വായ്പയെ കുറിച്ചാണ്. സ്വന്തമായി ഒരു വീട് പണിയുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുക എന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ KSFE വഴി 1 കോടി രൂപ വരെ വായ്പ ലഭിക്കും. ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് ഈ വായ്പയ്ക്കായി അപേക്ഷിക്കാം. കൃത്യമായി ആദായ നികുതി ഒടുക്കുന്ന വ്യവസായികൾക്കും ഈ വായ്പയ്ക്ക് അർഹതയുണ്ട്. ഇതുകൂടാതെ പ്രവാസി മലയാളികൾക്കും വാടക വരുമാനമുള്ളവർക്കും ഈ വായ്പ ലഭ്യമാണ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ തുടങ്ങിയ പ്രൊഫഷണലുകൾക്കും അപേക്ഷിക്കാം. ഭവന വായ്പയുടെ തിരിച്ചടവ് കാലാവധി 12 മാസം മുതൽ 360 മാസം വരെയാണ്. അതായത് പരമാവധി 30 വർഷം വരെ കാലാവധി ലഭിക്കും. ലോൺ തുക മുഴുവനായി 30 വർഷത്തിനകം തിരിച്ചടയ്ക്കണം. അല്ലെങ്കിൽ വായ്പ എടുത്ത വ്യക്തിക്ക് 70 വയസ്സ് തികയുന്നതിന് മുൻപ് അടച്ചു തീർക്കണം. ഇതിലേതാണോ ആദ്യം വരുന്നത് അതായിരിക്കും കണക്കാക്കുക. ഈ ഭവന വായ്പയുടെ വാർഷിക പലിശ നിരക്ക് 9.50% മുതലാണ് ആരംഭിക്കുന്നത്. മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് ഇതിന്റെ പ്രോസസ്സിംഗ് ചാർജ് വളരെ കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിബന്ധനകൾക്ക് വിധേയമായി വായ്പ മുൻകൂട്ടി അടച്ചു തീർത്താൽ പിഴപ്പണം നൽകേണ്ടി വരില്ല. മൂന്നാമതായി നമ്മൾ പരിചയപ്പെടുന്നത് KSFE വ്യക്തിഗത വായ്പ അഥവാ പേഴ്സണൽ ലോണാണ്. വിവാഹം, ചികിത്സ, വിദ്യാഭ്യാസം എന്നിങ്ങനെ ഏതാവശ്യത്തിനും ഈ തുക ഉപയോഗിക്കാം. KSFE വ്യക്തിഗത വായ്പ വഴി പരമാവധി 30 ലക്ഷം രൂപ വരെ ലഭിക്കും. ഇതിന്റെ പലിശ നിരക്ക് പ്രതിവർഷം 11.50% മുതലാണ് ആരംഭിക്കുന്നത്. ഇതിന്റെ തിരിച്ചടവ് കാലാവധി 12 മാസം മുതൽ 72 മാസം വരെയാണ്. അതായത് പരമാവധി 6 വർഷം വരെ തിരിച്ചടവിനായി സമയം ലഭിക്കും. വളരെ ലളിതമായ രേഖകൾ മാത്രം നൽകിയാൽ മതിയാകും. വ്യക്തിഗത വായ്പയുടെ പ്രോസസ്സിംഗ് ചാർജ് 0.1% മാത്രമാണ്. വായ്പയെടുത്ത് 1 വർഷം കഴിഞ്ഞാൽ ടോപ്പ് സൗകര്യവും ലഭ്യമാണ്. അതായത് നിലവിലുള്ള ലോണിന്മേൽ അധിക തുക ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാൻ സാധിക്കും. കയ്യിൽ പണമുണ്ടാകുമ്പോൾ പിഴപ്പണം ഒന്നും കൂടാതെ തന്നെ ഈ ലോൺ മുൻകൂറായി ക്ലോസ് ചെയ്യാം. സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാൻ ഇത് ഉപകാരപ്പെടും. ചിട്ടിയുള്ളവർക്ക് KSFE വായ്പകൾ ലഭിക്കാൻ കൂടുതൽ എളുപ്പമാണെന്ന കാര്യവും ഓർക്കുക. ഇനി KSFE വായ്പകൾ എടുക്കുമ്പോൾ ആളുകൾക്ക് പറ്റുന്ന ചില പൊതുവായ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം. പ്രധാനമായും പലിശ നിരക്കുകൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കാതെ വായ്പ എടുക്കുന്നതാണ് ഒന്നാമത്തെ തെറ്റ്. ഓരോ വായ്പയ്ക്കും ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കണം. രേഖകളിൽ കൃത്യതയില്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സ്വർണ്ണ വായ്പ എടുക്കുന്നവർ 12 മാസത്തിനുള്ളിൽ പലിശ അടച്ച് പുതുക്കാൻ മറക്കരുത്. കൃത്യസമയത്ത് പലിശ അടച്ചില്ലെങ്കിൽ സ്വർണം ലേലത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഭവന വായ്പ എടുക്കുമ്പോൾ പ്രായപരിധി കൃത്യമായി കണക്ക് കൂട്ടണം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം, സാമ്പത്തിക നിയമങ്ങളും പലിശ നിരക്കുകളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അടുത്തുള്ള KSFE ശാഖയിൽ നേരിട്ട് പോയി വിവരങ്ങൾ ഉറപ്പുവരുത്തുക. ഇന്റർനെറ്റിൽ കാണുന്ന വ്യാജ ലിങ്കുകളിലോ ഫോൺ കോളുകളിലോ വഞ്ചിതരാകരുത്. KSFE ഉദ്യോഗസ്ഥർ ആരും തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നമ്പറുകളോ പാസ്വേഡുകളോ ചോദിക്കില്ല. ഇത്തരം രഹസ്യ വിവരങ്ങൾ ആരോടും പങ്കുവെക്കരുത്. സാമ്പത്തിക ഇടപാടുകൾ എപ്പോഴും സുരക്ഷിതമായി മാത്രം ചെയ്യുക. ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി എന്ന് കരുതുന്നു. ബ്ലേഡ് പലിശക്കാരുടെ കെണിയിൽ വീഴാതെ സർക്കാർ സ്ഥാപനങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക. KSFE നൽകുന്ന ഈ സുരക്ഷിത വായ്പകൾ വഴി നമുക്ക് പണം ലാഭിക്കാം. വായ്പകളുടെ നിബന്ധനകൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സാമ്പത്തിക ഭദ്രത നമ്മുടെ കൈകളിൽ തന്നെയാണ്.